കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. KSRTC ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കമാകും. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ദിവസേന പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സൗജന്യയാത്ര എന്ന വാർത്ത പലർക്കും സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. യാത്ര സൗജന്യമാണെങ്കിലും ചില നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. പഴയതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതി സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും യാത്രാ ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതാണ്. കുടുംബ ചെലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദിവസേന ജോലിക്കും പഠനത്തിനുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ സഹായകമാകും. പ്രിയദർശിനി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ നടക്കും. തലസ്ഥാന നഗരിയിലെ തമ്പാനൂർ ബസ് ടെർമിനൽ പ്രത്യേക ചടങ്ങോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഉദ്ഘാടന സർവീസ് ഒരു പ്രത്യേകതയും ഉണ്ടാകും. ആ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ഉദ്ഘാടന യാത്രയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. പദ്ധതി ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തുടനീളമുള്ള KSRTCയുടെ ആയിരക്കണക്കിന് ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്ര ലഭ്യമാക്കും. ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ലഭിക്കില്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം. പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്ന 7 തരത്തിലുള്ള ബസ്സുകളിലാണ് ഈ സൗകര്യം ലഭിക്കുക. ഓർഡിനറി ബസ്, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫയർ സ്റ്റേറ്റ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ വിഭാഗങ്ങളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് സൗജന്യ യാത്രയാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ടോ എന്നത്. അതിന്റെ ഉത്തരം വ്യക്തമാണ്. അതെ, ടിക്കറ്റ് നിർബന്ധമായും എടുക്കണം. യാത്രയ്ക്കുള്ള പണം നൽകേണ്ടതില്ല എങ്കിലും ടിക്കറ്റ് വാങ്ങാതെ യാത്ര ചെയ്യാൻ പാടില്ല. ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടറോട് യാത്രാ വിവരങ്ങൾ പറഞ്ഞ് ടിക്കറ്റ് വാങ്ങണം. ടിക്കറ്റിന്റെ നിരക്ക് രേഖപ്പെടുത്തും. എന്നാൽ യാത്രക്കാരൻ പണം നൽകേണ്ടതില്ല. ഇത് യാത്രയുടെ ഔദ്യോഗിക രേഖയായി കണക്കാക്കപ്പെടുന്നതിനാൽ ടിക്കറ്റ് കൈവശം സൂക്ഷിക്കണം. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് നിയമലംഘനമായി കണക്കാക്കും. സൗജന്യ യാത്ര ലഭിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. പരിശോധനയ്ക്കിടെ ടിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയാൽ പിഴ ഈടാക്കും. ഇതിനായി 500 രൂപ വരെ പിഴ നൽകേണ്ടി വരും. ആയതിനാൽ യാത്ര സൗജന്യമാണെങ്കിലും ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. 5 വയസ്സിന് മുകളിലും 11 വയസ്സിന് താഴെയും പ്രായമുള്ള ആൺകുട്ടികൾക്ക് പകുതി ടിക്കറ്റ് എടുക്കണം. ഈ പ്രായപരിധിയിലുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്ര ലഭിക്കില്ല. അതേസമയം 12 വയസ്സോ അതിൽ കൂടുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് മുഴുവൻ ടിക്കറ്റ് നിരക്കും നൽകണം. അവർക്ക് സാധാരണ യാത്രക്കാരെ പോലെ ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യേണ്ടതാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം പെൺകുട്ടികൾക്ക് സൗജന്യ യാത്രയുടെ ആനുകൂല്യം ലഭിക്കും. ആയതിനാൽ യാത്രയ്ക്കായി പ്രത്യേക നിരക്ക് നൽകേണ്ടതില്ല. എന്നാൽ ആവശ്യമായ സാഹചര്യങ്ങളിൽ ടിക്കറ്റ് രേഖപ്പെടുത്തൽ നടപടികൾ പാലിക്കേണ്ടി വരാം. സൗജന്യ യാത്ര ലഭിക്കുന്നു എന്നത് മറ്റു യാത്രാ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എന്നല്ല. KSRTC ബസ്സുകളിൽ നിലവിലുള്ള എല്ലാ പൊതു നിയമങ്ങളും എല്ലാവരും ഒരുപോലെ ബാധകമാണ്. യാത്രക്കാർ ബസ് സ്റ്റോപ്പുകളിൽ മാത്രം കയറുകയും ഇറങ്ങുകയും വേണം. ട്രാഫിക് നിയമങ്ങളും ബസ് സർവീസുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും എല്ലാവരും പാലിക്കേണ്ടതാണ്. സംവരണ സീറ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും തുടരും. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യയാത്ര ലഭിക്കുന്നുണ്ടെങ്കിലും സംവരണ സീറ്റുകളുടെ മാന്യത കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഗർഭിണികൾ, പ്രായമായവർ, ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ എന്നിവർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ അവർക്ക് തന്നെ ലഭിക്കണം. യാത്രക്കാർ പരസ്പരം സഹകരിച്ച് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അവസരം നൽകേണ്ടതുണ്ട്. പൊതുഗതാഗത സംവിധാനം കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ യാത്ര ഉറപ്പാക്കുന്നതിനൊപ്പം കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കാനും പദ്ധതി സഹായിക്കും. ജോലിക്കായി ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ചെറുകിട തൊഴിൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതി വലിയ സഹായമാകും. മാസാവസാനം യാത്രയ്ക്കായി ചെലവാക്കുന്ന തുക ലഭിക്കുന്നത് പല കുടുംബങ്ങൾക്കും ആശ്വാസം നൽകും. പ്രിയദർശിനി പദ്ധതി സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ യാത്ര സൗജന്യമാണെന്ന കാരണത്താൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്ന് കരുതരുത്. ടിക്കറ്റ് നിർബന്ധമാണ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ പദ്ധതിയുടെ മുഴുവൻ ഗുണവും ലഭ്യമാക്കാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.